ഇക്ക ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. നിങ്ങൾക്ക് ഇനാവ് കണ്ട പെരുന്നാൾ കുപ്പായവുമായി ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനെടുപ്പ് വാങ്ങാം. കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് മുണ്ടങ്കോട് നഗർ നിവാസികൾക്ക് എത്രയും പെട്ടെന്ന് ശുദ്ധജലം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. ഞങ്ങൾ 4000 രൂപ കൊടുത്തിട്ട് വെള്ളം എടുത്തതാ. അപ്പൊ 2 കൊല്ലമായി ഞങ്ങൾക്ക് വെള്ളം കിട്ടാണ്ട്. ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് വേണം. പിന്നെ വീടാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് കിടക്കുക. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ട് അത് അവര് ഫോട്ടോ എടുത്ത് പോയതാ. എന്നിട്ട് വീട് ശരിയാക്കി ആരാ പറഞ്ഞത്. എന്നിട്ട് ആ വീട് ശരിയാക്കിയിട്ടില്ല, അത് പൊളിഞ്ഞിട്ടാ കിടക്കുന്നത്. എന്നിട്ട് ഇന്നലെ വന്നിട്ട് പറഞ്ഞു വിപ്പറിന് തരാ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞു ഞാന്. 2 കൊല്ലത്തിന് മുന്നേ വീടിട്ട് പൊളിഞ്ഞു കിടക്കണതാ. എന്നിട്ട് എന്നും പറയും അതിന് മുന്നേ ഞാൻ എത്ര കൊല്ലം മുന്നേ ഞാൻ വീടിന് എഴുതി കൊടുത്തതാ. ആ സരോനമ്മ നിക്കണ കാലത്ത് വിപ്പറിന് ഇതൊക്കെ കിട്ടിയായിരുന്നാ. അവിടെ അങ്ങോട്ട് ഒന്നും കിട്ടിയിട്ടില്ല. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് മുണ്ടങ്കോട് നഗർ നിവാസികൾക്ക് എത്രയും പെട്ടെന്ന് ശുദ്ധജലം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. 60ഓളം SC വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ജലവിതരണം നിലച്ചിട്ട് 2 വർഷത്തിലധികമായി. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള അധികാരികളോട് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ കീഴിലുണ്ടായിരുന്ന ഏകദേശം 10ഓളം പൊതു ടാപ്പുകൾ ഇപ്പോൾ വെള്ളം ലഭിക്കുന്നില്ല. ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പ് ഇടുന്നതിന് വേണ്ടി റോഡ് വെട്ടിക്കീറിയപ്പോൾ ടാപ്പുകളിലേക്കുള്ള പൈപ്പ് ലൈൻ പൊട്ടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത് പിന്നീട് ശരിയാക്കുന്നതിന് വേണ്ട യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. എത്രയും പെട്ടെന്ന് ഇവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കാം എന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പരാതിക്കാർ പിരിഞ്ഞുപോയത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണെന്നും ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ് പറഞ്ഞു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായി പ്രഖ്യാപിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ്. എന്നാൽ അത് വാഗ്ദാനങ്ങളിൽ മാത്രമാണ് സമ്പൂർണ്ണ കുടിവെള്ളം പദ്ധതി നടപ്പിലാക്കിയെന്നാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു പ്രദേശത്തു നിന്ന് മാത്രം ഏകദേശം 50ഓളം കുടുംബങ്ങളാണ് ഒന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കുടിവെള്ളം ലഭിക്കാത്തതിൻ്റെ പേരിൽ പരാതി കൊടുക്കാനായിട്ട് പഞ്ചായത്തിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ പഞ്ചായത്തിൻ്റെ 18 വാർഡുകളിലും വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളങ്ങൾ കിട്ടാത്ത ഒരുപാട് കുടുംബങ്ങൾ ആവശ്യമായ കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെടാനുള്ളത്, ഇത് വെറും വാഗ്ദാനങ്ങളിൽ നിങ്ങളൊക്കെ എല്ലാം കൊണ്ടും പഞ്ചായത്ത് പൂർണ്ണ വിജയമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കുടിവെള്ളമായാലും മറ്റു കാര്യങ്ങളായാലും അത് ലഭിക്കുന്നുണ്ടോ എന്ന് അതാത് പ്രദേശത്തെ ജനപ്രതിനിധികൾ അന്വേഷിക്കുകയും അതിൽ വേണ്ട നടപടി പഞ്ചായത്ത് ഭരണസമിതി എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവകാശപ്പെടാനുള്ളത്. അല്ലാത്ത പക്ഷം ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഇവർക്ക് പരിപൂർണ പിന്തുണ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. VCV ന്യൂസ് എരുമപ്പെട്ടി.